അല്ല, പൊതുവേ എനിക്ക് എന്താ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് കുറേ നെഗറ്റീവ് കമൻസ് ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല. പൊതുവേ ഏറ്റവും കൂടുതൽ വരുന്ന ബോഡി ഷേമിങ് കമൻസാണ് വരുന്നത്, പ്രത്യേകിച്ച് തടിയും പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ വരാറുണ്ട്. പിന്നെ ഞാൻ പൊതുവേ ഒരു ഹിപ്പോക്രസി ഒന്നും ഇല്ലാത്ത വീഡിയോസാണ് ഇടുന്നത്. നമ്മളെന്താണ് എന്നുള്ളത് നമ്മൾ ആ രീതിയിലുള്ള വീഡിയോസാണ് കൂടുതൽ ഇടുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുന്നതായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല. പക്ഷെ പൊതുവേ ഈ നമ്മളെ കൂടെയൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റ് മീൻസ് മോഡൽസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. അവർക്കെതിരെ കമൻസ് ഇടുമ്പോൾ നമ്മളതിന് പ്രതികരിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് വരുന്നതിന് വീട്ടിൽ പോയി പൊക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ പ്രതികരിക്കപ്പെടുന്നതൊക്കെ കൊടുത്തത് ക്ലിയർ ചെയ്യാറുണ്ട്. കാരണം അത് ആവശ്യമാണ്. കാരണം നമ്മളോട് വർക്ക് ചെയ്യുന്നവർ നമ്മളോട് അത്ര ട്രസ്റ്റും അല്ലേ. അതെ, ഞാൻ ചെറിയൊരു പുള്ളിക്കാരൻ അത് ഒരുപാട് ഹർട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞപ്പോൾ ഞാനതങ്ങ് ആർച്ചീവ് ചെയ്ത് വെച്ചു. ആ വീഡിയോ ഇട്ട് ഭയങ്കര റീച്ച് പോയതാണ്. പിന്നെ അതിപ്പോൾ ആർച്ചീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പുറത്തറിയിക്കാത്തതുകൊണ്ടാണ്. കാരണം എനിക്കൊന്ന് ഒരു ദിവസം അടുപ്പിച്ച വീഡിയോ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആർച്ചീവ് ചെയ്തു. കാരണം പുള്ളി ഒന്ന് ഈ പുള്ളി മോശം പറഞ്ഞ സ്ത്രീയോടും നേരിട്ട് വിളിച്ച് മാപ്പൊക്കെ പറയുകയൊക്കെ ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ പുള്ളിക്കെതിരെ കേസൊക്കെ എടുത്ത് വിടുകയൊക്കെ ചെയ്തു. കാരണം ഒരു സ്ത്രീയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമൻറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതുവരെ ബോഡി ഷെയിം ചെയ്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും നെഗറ്റീവ് ഇട്ടതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പ്രതികരണം ചെയ്യുന്നത് നമ്മളെ കൂടെ വർക്ക് ചെയ്ത ഒരു കുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ട് വളരെ വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ് ഇട്ടപ്പം അതാണ് പോയി എടുക്കേണ്ടി വന്നതെന്നുള്ളതാണ്